ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിലെ സച്ചി എന്ന ഒരൊറ്റൊരു കഥാപാത്രത്തിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിലും മലയാളികളുടെ മനസ്സിലും സച്ചിയായി അരുൺ കൂടിക്കേറുന്നത്. ഇന്ന് ഈ കാണുന്ന ഒരു നിലയിലെത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്ന് വെളിപ്പെടുത്തിയ അരുൺ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അരുൺ തന്റെ ജീവിതത്തെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയത്. എന്റെ ഉള്ളിലെ അഭിനയം കണ്ടുപിടിച്ചത് ചേട്ടനാണ്. കോവിഡ് സമയത്ത് എന്നോട് ചേട്ടനൊന്ന് അഭിനയം ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറയുകയായിരുന്നു. അങ്ങനെ ഞാൻ അഭിനയിച്ചു നോക്കിയപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ എനിക്ക് ചെറിയൊരു വേഷം ലഭിച്ചു. അങ്ങനെ ഞാൻ അഭിനയിച്ചു തുടങ്ങിയതാണ്. അതിലൂടെ ഞാൻ മനസ്സിലാക്കി എന്റെ പാഷൻ അഭിനയമാണ് എന്ന കാര്യം. ഞാനൊരു ആർക്കിടെക്റ്റ് ആയിരുന്നു, അത് ഞാൻ ഒഴിവാക്കി. എനിക്ക് സിനിമയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും എന്റെ വീട്ടുകാർക്ക് എന്നിൽ ഒരുപാട് സംശയം വന്നു തുടങ്ങി. ഇവൻ ഇങ്ങനെ പോയാൽ ശരിയാകുമോ എന്നും എങ്ങനെ ഒരു അവസരം ലഭിക്കും എന്നും ഒരു നിലയിൽ എത്തിപ്പെടുമോ എന്ന വേവലാതിയും സങ്കടവും അവർക്കെന്നും ഉണ്ടായിരുന്നു. എങ്ങനെയോ ഞാൻ കൊച്ചിയിലെത്തി ചെറിയ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റുകളായി അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പേരുമായി ബന്ധം സ്ഥാപിച്ചു. കുറെ നാൾ കൊച്ചിയിൽ കസിന്റെ വീട്ടിൽ നിന്നു. ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനിലെല്ലാം തന്നെ പോയി അവസരം ചോദിച്ചു. എന്നാൽ വലിയ രൂപത്തിലുള്ള അവസരങ്ങളൊന്നും തന്നെ എനിക്ക് ലഭിച്ചില്ല. ഒടുവിൽ വീട്ടുകാർ ചോദിച്ചു തുടങ്ങി, നിന്റെ പ്രായം കൂടി വരികയാണ് എന്നും എന്നേക്കാൾ ഒരു വയസ്സ് മൂത്ത ചേട്ടൻ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളായി. അതുകൊണ്ട് തന്നെ ഞാൻ അഭിനയമോഹം വിട്ട് ജോലിക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ എന്റെ ചേട്ടൻ പിന്നീടും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അഭിനയം നിർത്തണോ എന്നും അത് കൂടെ നോക്കിക്കൂടെ എന്നും ചേട്ടൻ ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം തന്നെയാണ് എന്നെ പിന്നെയും ട്രിഗർ ചെയ്തത്. ഞാൻ കംപ്ലീറ്റ്ലി ഷിഫ്റ്റായി ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ 4 ദിവസം മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ പാഷനും എന്റെ ജീവിതവും ഇനി അഭിനയത്തിൽ തന്നെയാണ് എന്നത്. ഉടനെ തന്നെ ഞാൻ തിരിച്ചു വന്നു. കൊച്ചിയിൽ വന്ന് ഒരു വീടെടുത്തു. അന്ന് എനിക്ക് സഹായിക്കാൻ എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് വീടെടുക്കാനും എന്റെ കാര്യങ്ങളെല്ലാം തന്നെ സഹായിച്ചത്. ഇടയ്ക്കൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ റോളുകളെല്ലാം തന്നെ കിട്ടാൻ തുടങ്ങി. എന്നാലും അതൊരു പ്രധാന വരുമാന മാർഗമായി നിന്നില്ല. കൊച്ചിയിലെത്തി ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതിന്റെ വാടക കൊടുക്കണം, ഭക്ഷണ ചെലവുകളെല്ലാം തന്നെ വലിയൊരു എമൗണ്ട് ആകും. ഒരു സമയത്ത് യാതൊരു വർക്കും കിട്ടാതെയായി. ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെയായി. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കഴിച്ചു നീട്ടിയ നാളുകളേറെയുണ്ട്. ഒരു ദിവസം നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെമ്പനീർ പൂവിലെ നായകനായി എന്നെ വിളിക്കുന്നത്. ഞാൻ കേട്ട് ഞെട്ടുകയായിരുന്നു. ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു ഓഫറായിരുന്നു അതെനിക്ക്. അതേപോലെ തന്നെ നടൻ ടൊവിനോ തോമസിന്റെ ഡ്യൂപ്പായി 2 സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരവും അരുണിനെ തേടിയെത്തുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ നിരവധി അവസരങ്ങൾ തന്നെയാണ് അരുണിനെ തേടിയെത്തുന്നത്. ഒന്നും രണ്ടൊന്നുമല്ല, അരുണിനെ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ തേടിയെത്തുന്നുണ്ട്. സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും എല്ലാം തന്നെ പ്രധാന താരമായി അരുൺ മാറി. പ്രേക്ഷകർക്ക് മുന്നിൽ അരുൺ ആരാണെന്ന് വ്യക്തമാക്കി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു ജീവിതമാണ് തന്റേത് എന്ന് വെളിപ്പെടുത്തിയാണ് അരുൺ രംഗത്ത് വന്നത്. നിങ്ങൾക്ക് ചെമ്പനീർ പൂവിലെ അരുണിനെ, അതായത് സച്ചി, ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.